ഇപ്പൊ ഏതാണ്ട് വിളഞ്ഞു തുടങ്ങിയല്ലേ? ഏതാണ്ട് വിളഞ്ഞു തുടങ്ങിയല്ലേ? 30 വർഷമെങ്കിലും ആയിട്ടുണ്ട്. 30 വർഷം. പിന്നെയുള്ള ഇദ്ദേഹം കർഷകൻ മാത്രമല്ല കേട്ടോ, ഇദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു അല്ലേ? ഇത്തവണ വിതച്ചത് അപ്പച്ചനാ? അതെ അതെ, അപ്പച്ചനാണ്. ഇവിടെ നിറച്ച് താഴ്ച ഉണ്ടാവും കേട്ടോ. ജീവിതത്തിന്റെ പൂമുഖത്ത് സ്നേഹത്തിന്റെ കളിവാക്ക് പറഞ്ഞ് ചിരിച്ച കളിക്കൂട്ടുകാരൻ കൈവിട്ടു പോയി. കാച്ചട്ട് പൂത്തതും പൂത്തട്ട് കാച്ചതും മൂക്കാണ്ട് മൂത്തതും മൂത്തട്ടിളയതും. 86 വയസ്സുള്ള ഒരു അപ്പച്ചൻ നെൽകൃഷി നടത്തി എങ്ങനെ ഉണ്ടാവും? കാണാട്ടോ, ഇതിവിടെ നിൽപ്പുണ്ട്. അപ്പച്ചനെ കാണാം. അപ്പച്ചന്റെ പേരെന്താ? എൻ്റെ പേര് ദേവസി. അപ്പോൾ ഈ അപ്പച്ചനെ ഞങ്ങൾ പരിചയപ്പെട്ടാണല്ലോ ഒരു പശു ഫാമിൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോട്ടാ. ഇദ്ദേഹത്തിനൊരു പശു ഫാം ഉണ്ട്. അപ്പോൾ ആ പശു ഫാമിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഇവിടെ കുറച്ച് നെല്ല് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര ഏക്കർ ചെയ്തിട്ടുണ്ട്? ഒരേക്കർ ഉണ്ടാവില്ലല്ലോ? ഇല്ല, ഒരു 50-60 സെന്റ്. 65 സെന്റ് വരും. 65 സെന്റ് അല്ലേ? ഇപ്പൊ ഏതാണ്ട് വിളഞ്ഞു തുടങ്ങിയല്ലേ? ഏതാണ്ട് വിളഞ്ഞു തുടങ്ങിയല്ലേ? ഒരാഴ്ച കൂടി പിടിക്കും. ഒരാഴ്ചയും കൂടി ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ കൊയ്ത്തായിട്ടാ. ഇതൊരു 65 സെന്റ് സ്ഥലത്തിലാണ് ഇപ്പൊ 86 വയസ്സുള്ള ഈ കാണുന്ന ഇദ്ദേഹം കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ. എത്ര വർഷമായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്? 30 വർഷമെങ്കിലും ആയിട്ടുണ്ട്. 30 വർഷം. പിന്നെയുള്ള ഇദ്ദേഹം കർഷകൻ മാത്രമല്ല കേട്ടോ, ഇദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു അല്ലേ? അതെ അതെ. എവിടെയായിരുന്നു ജോലി? ഈ വാട്ടർ അതോറിറ്റി ചൊവ്വര. അതായത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. അന്നേ ഇത് ഉണ്ടായിരുന്നു. ഉണ്ട്. അന്ന് ഗവൺമെന്റ് ജോലിക്കാരനായ സമയത്തും ഈ കൃഷി ഉണ്ട് അല്ലെ? കൃഷി നടത്തുന്നുണ്ട്. ഇത്തവണ വിതച്ചത് അപ്പച്ചനാ? അതെ അതെ, അപ്പച്ചനാണ്. ഇവിടെ നിറച്ച് താഴ്ച ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം താഴ്ച ഉണ്ടല്ലേ അപ്പച്ച? അതെ. ഇപ്പോഴും വെള്ളം നനയ്ക്കണ്ടോ അപ്പച്ച? നനയ്ക്കുന്നുണ്ടല്ലേ? ഇനിയിപ്പം വെള്ളം ഒന്ന് വറ്റിക്കുന്ന സമയമായി വരല്ലേ? കാരണം എങ്ങനെ കൊയ്ത്ത് എങ്ങനെ മെഷീനാണോ? അല്ല, മെഷീൻ ഇവിടെ വരാൻ സാധ്യതയില്ല. സാധ്യതയില്ലല്ലേ? കുറച്ചായതുകൊണ്ട് അത്യാവശ്യം വറ്റിയ രീതിയിലാണ് കിടക്കുന്നത് കേട്ടോ. ഇവിടെ മണ്ണൊക്കെ അത്യാവശ്യം വറ്റിയ രീതിയിൽ ഇപ്പൊ കിടക്കണേ. എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്? എല്ലാ വർഷവും ചെയ്യില്ല, മാറി മാറിയ കൃഷികൾ ചെയ്യുന്നത്. ഓ, മാറി. അല്ല, അപ്പൊ ഒരു വർഷം ഒറ്റ തവണയാണോ നമ്മൾ ഇപ്പൊ നെല്ല് ചെയ്യുന്നുള്ളൂ? ഇത് ചെയ്തേക്കണത് ഒറ്റ തവണ അല്ലെ? ഒറ്റ തവണ. അപ്പൊ പിന്നെ നമുക്ക് ഈ പശു ഫാം ഉള്ളത് കൊണ്ട് ഗുണമാണ് വളം ചേർക്കാൻ. പിന്നെ ഇവിടുത്തെ നെല്ല്, പിന്നെ ഇവിടുത്തെ കച്ചി നമുക്ക് അങ്ങോട്ടേക്ക് അല്ലേ? അപ്പൊ പശു ഫാം ഉള്ളതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ. അതായത് ഇങ്ങോട്ട് ചാണകം വളമായിട്ടും പിന്നെ ഇവിടുന്ന് നമ്മുടെ കച്ചി, അത് മീൻസ് നമ്മുടെ ഈ ഒരു വൈക്കോല് അങ്ങോട്ട് പശുവിനും. അന്നേരം പിന്നെ പശുവിന് വേണ്ടി വൈക്കോല് വാങ്ങാൻ പോണ്ട അല്ലേ? ഒരു വർഷത്തേക്കുള്ള വൈക്കോല് കിട്ടും ഇവിടുന്ന്? ഇല്ലല്ലോ. ഇല്ല, അതിനുള്ളതില്ല അല്ലേ? എന്തായാലും പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും പ്രായമായിട്ടും ഇപ്പോഴും ഇങ്ങനെ കൃഷി ചെയ്യാൻ കാരണം? അതായത് ഭൂമി ഒന്ന് നൽപ്പായി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് കേട്ടോ. അതായത് ഭൂമി ഒന്ന് നല്ലതായി കിട്ടാൻ വേണ്ടി, നന്നായി കിട്ടാൻ. കാരണം മറ്റു വിളകളൊക്കെ എടുത്തു കഴിയുമ്പോ അതില് കീടങ്ങളൊക്കെ ജാസ്തിയായിട്ട് വരും. അപ്പൊ ആ കീടങ്ങളൊക്കെ ഈ കലക്കി ചേർക്കുട്ടി നെല്ല് വിത്ത് വിതച്ചാൽ അതിന് ഗുണമുണ്ട്. കീടങ്ങൾ വരാതിരുന്നോളൂ. അല്ല, മണ്ണിലുള്ള കീടങ്ങൾ നശിച്ചു പോകും. വെള്ളത്തില് ചേർന്നാക്കി. അങ്ങനെ അല്ലേ? അതൊരു പുതിയ അറിവാട്ടാ. അതായത് മറ്റ് ഇവിടെ വിളകൾ ചെയ്ത് കഴിയുമ്പോ മണ്ണിൽ കീടങ്ങൾ ഉണ്ടാവും അന്ന്. പക്ഷെ അതിന് ശേഷം പിന്നെ നെല്ല് ചെയ്യുകയാണെങ്കിൽ മണ്ണിലെ കീടങ്ങൾ ഇല്ലാണ്ടാവും, കുറയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊയ്ത്തിന് ആളെ കിട്ടാനില്ലാത്ത സമയമാണല്ലോ. അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നാലും നമ്മൾ ചെയ്യും. ആരെങ്കിലും ഒക്കെ വിളിക്കണം. പിന്നെ നമ്മൾ ഇറങ്ങും. ഇറങ്ങോ? ആദ്യമൊക്കെ ഇറങ്ങും, ഇപ്പൊ വയ്യ അല്ലേ? എന്തായാലും വിതയ്ക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. വിതച്ചു. ഓക്കെ, അടിപൊളി. എന്തായാലും ഈ ഒരു പാടം കാണുമ്പോ സത്യത്തില് ഒരാളുടെ പ്രയത്ന ഫലം കേട്ടോ. അതായത് ഒരാളും ഈ പറയുന്ന 86 വയസ്സുള്ള അപ്പച്ചന്റെ മക്കളും കൂടിയാണ് ഇവിടെ വിതച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കൊയ്ത്തുണ്ടാവട്ടെ അല്ലേ? അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടത് ഈ 86 വയസ്സുള്ള അപ്പച്ചൻ മറ്റേ കൃഷി ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളാട്ടോ. അപ്പൊ ഈ അപ്പച്ചൻ ഇനി ഒരു കവിത ചൊല്ലാമാണ്. അദ്ദേഹം ഒരു കർഷകനാണ്, എന്നൊരു ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു. ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫാണ്. എന്തായാലും ആ ഒരു കവിത കേൾക്കാം നമുക്ക്. ജീവിതത്തിന്റെ പൂമുഖത്ത് സ്നേഹത്തിന്റെ കളിവാക്ക് പറഞ്ഞ് ചിരിച്ച കളിക്കൂട്ടുകാരൻ കൈവിട്ടു പോയി.
കായലോരത്തെ ഏറുമാടക്കടയുടെ അപ്പുറത്തുള്ള നടവഴിയിലും ചാഞ്ഞു നിൽക്കുന്ന ചമ്പത്തെങ്ങിൻ ചോട്ടിൽ വെച്ച് നെയ്തുണ്ടാക്കിയ സ്വപ്നത്തിൻ്റെ എല്ലാ ഇഴകളും പൊട്ടിപ്പോയി. കടവത്തെ കുരിശുപള്ളിയിലിരുന്ന് കണ്ണുകൊണ്ട് ഹൃദയ രഹസ്യങ്ങൾ കൈമാറിയ ആത്മവല്ലഭൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആദിയിലാദത്തെ വഞ്ചിച്ച സാത്താൻ ആദാകുലത്തിനു തട്ടുകേടായി. ആറടയാളനാം ദൈവമല്ലാതെ ആരാലും ഈ ദോഷം തീർക്കാവതല്ല. ആദവും അബ്രാഹവും ദാവീദിനോട് ആദിയിൽ ആണ്ടവൻ ചെന്നപോൽ ആദി വചനമായുള്ളൊരു ദേവൻ അമ്മയ്ക്കു നന്ദനൻ യോഹന്നാനും നന്മയ്ക്കുടയവൻ കൽപ്പിച്ചതും താത്രീപങ്ങൾ ഓർത്തങ്ങു പാവാട കണ്ണുനീരാൽ തൽപരൻ താതന്റെ പാതയെ വണങ്ങി നമസ്കരിച്ചു. അല്ലലെന്തുണ്ടെന്നു ചിന്തിച്ചു കാണണം. താത്രീപങ്ങൾ ഓർത്തങ്ങു പാവാട കണ്ണുനീരാൽ തൽപരൻ താതന്റെ പാതയെ വണങ്ങി നമസ്കരിച്ചു. അല്ലലെന്തുണ്ടെന്നു ചിന്തിച്ചു കാണണം. താത്രീപങ്ങൾ ഓർത്തങ്ങു പാവാട കണ്ണുനീരാൽ തൽപരൻ താതന്റെ പാതയെ വണങ്ങി നമസ്കരിച്ചു. നമസ്തേ. ഞാൻ ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴ ഞാൻ ഇങ്ങനത്തെ കവിതകളൊക്കെ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള കവിതയൊക്കെ അറിയുള്ളൂ. ഞാനൊരു കടങ്കഥയും കൂടി പറഞ്ഞു തന്നെ. കടങ്കഥയാണ്. നാട്ടറിവിൽ നിന്ന് കിട്ടിയേക്കുന്ന അറിവാണ് ഈ കടങ്കഥയ്ക്ക് മൂല്യം. അതായത് കാച്ചട്ട് പൂത്തതും പൂത്തട്ട് കാച്ചതും മൂക്കാണ്ട് മൂത്തതും മൂത്തട്ടിളയതും. കാച്ചട്ട് പൂത്തത് പൂത്തട്ട് കാച്ചതും മൂക്കാണ്ട് മൂത്തതും മൂത്തട്ടിളയതും ആണ് അതിന്റെ അർത്ഥം. അതെന്താണ് അർത്ഥം? അതായത് പൂക്കാണ്ട് കാച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടറിവിൽപ്പെട്ട നമ്മുടെ ഈ നമ്മൾ കൊണ്ടൽ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കൊണ്ടൽ കൃഷി ചെയ്യുന്നതിൽ കുറേ സാധനങ്ങൾ എല്ലാം അല്ല, അത് തിരിച്ചും പറയും. ആ കൊണ്ടൽ കൃഷിയിൽ കാച്ചട്ട് പൂത്തതെന്ന് പറഞ്ഞാൽ ഈ എല്ലാ കൊണ്ടലും ഇല്ല കേട്ടോ. മത്ത, കുമ്പളം, വെള്ളരി ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളോ ഞാനിപ്പോ അതിൽ സൂചിപ്പിക്കണുള്ളൂ. അത് കാച്ചതിന് ശേഷമാണ് ഇതിന്റെ പൂ വന്നത്. അതാണ് പറഞ്ഞത്. കാച്ചട്ട് പൂത്തത് പൂത്തട്ട് കാച്ചത്. അത് സാധാരണ ആദ്യം പൂ വന്നിട്ട് പിന്നെ കായ ഉണ്ടാവുന്നത്. അത് മാവ് ഒരെണ്ണത്തിന്റെ ഇപ്പൊ ഞാൻ പറയണുള്ളൂ. അത് അതെ, ഊഹിച്ചെടുക്കണുള്ളൂ. മൂക്കാണ്ട് മൂത്തത്. ഈ ബ്രാഹ്മൺസിന്റെ ഇടയില് ഈ മൂത്തച്ഛന്മാരെന്ന് പറഞ്ഞ ഒരു ആൾക്കാരുണ്ട്. മൂത്തച്ഛന്മാരെന്നാ അവരെ വിളിക്കണത്. അതാണ് മൂക്കാണ്ട് മൂത്തതും. അതേമാതിരി തന്നെ മൂത്തട്ടിളയതും. അതെന്താണത്? അതും വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഈ പറഞ്ഞ മാതിരി ഈ ഇവരിൽപ്പെട്ട ഈ ബ്രാഹ്മിൻസിന്റെ ഇടയില് ഇളയന്മാരെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവര് എത്ര മൂത്താലും ഇളയത് തന്നെയാണ്. ഇളയെന്നാണ് അവരെ നാമപ്പേര് ചെല്ലുന്നത്. അതാണ് ഈ കഥയുടെ അതിന്റെ സാരം അല്ലേ? ഓക്കെ, താങ്ക് യു അപ്പച്ച. അപ്പൊ എന്തായാലും അപ്പച്ചന്റെ ഈ ഒരു വിലപ്പെട്ട സമയം ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഉപയോഗിച്ചതിന് നന്ദി. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരു കടങ്കഥ കേട്ടു, പിന്നെ ഒരു പാട്ട് കേട്ടു, മീൻസ് ഒരു കവിത തന്നെ കേട്ടു, പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൃഷി നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും ഇനിയും ദൈവം ആയുസ്സും ആരോഗ്യം തരട്ടെ, ഇനിയും കൃഷി ചെയ്യാൻ സാധിക്കട്ടെ. ഇത്തരത്തിലുള്ള അറിവുകൾ ഞങ്ങൾക്ക് വേണ്ടി, അതായത് യുവതലമുറയ്ക്ക് വേണ്ടി പകർന്നു നൽകാൻ ഇനിയും സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും.